Hello guys, welcome back to Afrin Shah's World. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോകുകയാണ്, ഒരു ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോകുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഡെസേർട്ട് ക്യാമ്പിനാണ് പോണത്. ഞങ്ങൾക്ക് കുറേ കസിൻസൊക്കെ ഉണ്ട് മസ്കറ്റിൽ. അതിൽ ഒരു കസിനും അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. നമ്മൾ ബിദിയ ഡെസേർട്ട് ക്യാമ്പിലേക്കാണ് പോണത്. നമ്മളെ നാട്ടിലുള്ള കുതിരാൻ തുരങ്കം പോലെ ഇവിടെ ഉണ്ട് തുരങ്കങ്ങൾ. അതിലൊന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്. ഇത് കഴിഞ്ഞ് ഒരു ഇത്തിരി കഴിയുമ്പോൾ തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അത് കുറച്ചും കൂടെ വലിയ തുരങ്കമാണ് കേട്ടോ. അത് ഏതാണ്ട് 1-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒമാനിൽ ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ തുരങ്കങ്ങളൊക്കെ ഉള്ളത്. ഇതിലെ കുറേ പോയി ഒരു 1-2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോണത്. ഡെസേർട്ടിലൊക്കെ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോണത് ഫസ്റ്റ് ടൈമാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടോ എല്ലാവരും ട്രിപ്പ് പോയത്. ശരിക്കും ട്രിപ്പ് മോഡ് ഓൺ തന്നെ ആയിരുന്നു. പിന്നെ മക്കളില്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരെ വല്ലാതെ മിസ് ചെയ്ത് നമ്മളത് ആ ഡെസേർട്ടിലേക്ക് കയറാണ് ഗൈസ്. ശരിക്കും പേടി തോന്നിയിട്ടാ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി തുടങ്ങിയപ്പോൾ. കാരണം എല്ലാവിടവും ഒരുപോലെ തന്നെ നമ്മൾ ഈ കടലിലേക്ക് നോക്കുന്ന പോലെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം എന്നൊന്നും മനസ്സിലാക്കാനില്ല. കുറച്ചങ്ങോട്ട് പോയപ്പോൾ വെറും ഡെസേർട്ട് മാത്രം 4 ചുറ്റും. അപ്പോൾ ഒരു പേടിയൊക്കെ തോന്നി. കാരണം ഒരടയാളമൊന്നും ഇല്ലാണ്ട് നമ്മളെങ്ങനെ തിരിച്ചു പോരും എന്നൊക്കെ. ഞാൻ പോകുമ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞത് നമുക്ക് രാത്രി തിരിച്ചു പോരാം, നിൽക്കണ്ടെന്നൊക്കെയാണ്. മക്കളില്ലാത്ത ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇക്കനോട് ചോദിക്കുകയാണ് നമ്മളെങ്ങനെ തിരിച്ചു പോരും. കാരണം ഒന്നും മനസ്സിലാവണില്ല. ഒറ്റക്കൊക്കെ പോന്നു കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. ഇതിപ്പോൾ ഫ്രണ്ടിൽ പോണത് ഞങ്ങളുടെ കസിനാണ്. അവനക്ക് കറക്റ്റ് വഴി അറിയാവുന്നത് കൊണ്ടും പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അപ്പം അതുകൊണ്ട് അവർക്ക് റൂട്ട് മാപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവരെ പിന്നീ കൂടെ വെച്ച് പിടിക്കുകയാണ്. നമ്മളൊക്കെ പറഞ്ഞാലും ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒട്ടും ഒപ്പരപ്പുള്ള വഴികളല്ല മരുഭൂമിയിൽ. ഭയങ്കര ഹൈറ്റിൽ നിന്ന് ചിലപ്പോൾ കുത്തനെ താഴേക്കൊക്കെ നമ്മൾ വീഴും. അപ്പം അതുകൊണ്ട് ഡ്രൈവിങ് ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു. ഇതേ മരുഭൂമി വന്നിട്ട് ഒട്ടകത്തിനെ കണ്ടില്ല എന്ന് പറയുന്നത്. ഒട്ടകങ്ങൾ അവിടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 3 എണ്ണം ഒരുപോലെ പോണ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ ഒരു പൊക്കത്തേക്ക് വണ്ടി കയറ്റി കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് കുത്തനെ താഴോട്ടിറക്കി ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും ഭയങ്കര ഹരയായിരുന്നു ഇന്നത്തെ ദിവസം. ഞങ്ങൾ ബാക്കിലിരിക്കുന്ന കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ക്യാമ്പുകളൊക്കെ കണ്ടു തുടങ്ങി ഗൈസ്. ആദ്യം നമ്മളൊരു ക്യാമ്പിൽ പോയി. അത് ഇങ്ങനെ എന്താ പറയുക ടെമ്പററി സെറ്റ് ചെയ്ത പോലത്തെ ഒരു ക്യാമ്പായിരുന്നു. അത് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ആൾക്കാരൊക്കെ അവർ സ്വന്തം ടെൻറ്റുകളൊക്കെ കൊണ്ടുവന്ന് ക്യാമ്പ് പോലെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് സ്പീക്കറും മ്യൂസിക്കൊക്കെ വെച്ച് അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാമ്പിലാണ് നമ്മൾ റൂമൊക്കെ എടുത്തത്. ഇത് നല്ല അടിപൊളി ക്യാമ്പായിരുന്നു. നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടത്. ഇത് പെർമനൻ്റ് ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സീസൺ കാരണം നല്ല റഷ് ഉണ്ട്. ഫുള്ള് വണ്ടികളും ഒക്കെയാണ് ഇവിടെ. അപ്പം നമ്മൾ റൂം ഉണ്ടാകുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ചെന്നപ്പോൾ നമുക്ക് റൂം കിട്ടി. 3 റൂമാണ് നമ്മൾ എടുത്തത്. ആക്ച്വലി നമ്മൾക്ക് വേണ്ടിയല്ല നമ്മൾ റൂം എടുത്തത്. കസിൻസിനും ഉമ്മ ഉപ്പ ഒക്കെ ഉണ്ടായിരുന്നു കസിൻ്റെ. അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് റൂം എടുത്തത്. നമ്മൾ ടെൻറ്റ് നൈറ്റാണ് ഉദ്ദേശിച്ചേക്കണത് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരെയും റൂമിൽ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ടെൻറ്റിലേക്ക് പോയത്. അതായത് ഞങ്ങളിവിടെ ഇറക്കി തന്നിട്ട് ആണുങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 3 റൂം എടുത്തു. പിന്നെ അതേ നമ്മളുടെ എന്താ പറയുക ട്രഡീഷണൽ അറബിക് ട്രഡീഷൻ ഡേറ്റ്സും കാവയും
ഒക്കെ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് എടുത്ത് കുടിക്കാം. നമ്മൾ വലിയ സ്റ്റൈലിലൊക്കെ ആദ്യം കാവ ഒഴിച്ചെങ്കിലും ഗൈസ് ഒരു തരി പോലും നമുക്ക് കുടിക്കാൻ പറ്റിയില്ല. കാരണം ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റേ അല്ല. നമ്മളൊരു ചുക്ക് കാപ്പിയൊക്കെ പ്രതീക്ഷിച്ചാണ് അത് കുടിക്കാൻ നോക്കിയത്. പക്ഷെ നമുക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഈ സെക്ഷനിലാണ് നമ്മൾ റൂം എടുത്തേക്കണത്. 3 ബെഡ്റൂമും ഇവിടെ തന്നെയാണ്. റൂംസും ടോയ്ലറ്റ്സും എല്ലാം നല്ല വെൽ ക്ലീൻഡ്, നല്ല നീറ്റ്, നല്ല അടിപൊളിയായിരുന്നു. ഇതാ കാണുന്നത് ഇവിടുത്തെ ബൊഫേ ആണ്. രാത്രി 6 ആൾക്കുള്ള ഫുഡ്, അതായത് നമ്മൾ 3 റൂമാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 പേഴ്സണുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് ഗ്രില്ലിങ്ങും ബാക്കിയുള്ള പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അറബിക്സും പിന്നെ എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡാൻസുകൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. പല ടൈപ്പിലുള്ള അറബിക് ഫുഡുകളായിരുന്നു. പിന്നെ അവർ 6 ആളാണെന്നുണ്ടെങ്കിലും നമ്പേഴ്സും ഇതൊന്നും നോക്കുന്നൊന്നുമില്ല കേട്ടോ. സംഭവം എന്തായാലും നല്ല അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും നല്ലോണം ആഘോഷിച്ച് എൻജോയ് ചെയ്ത ഒരു ദിവസമാണ് ഡിസൈഡ് ക്യാമ്പ്. നമ്മളുടെ ഡെസേർട്ട് ക്യാമ്പ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് പാർട്ട് 1. So stay tuned. We will be coming soon. Please like, share and subscribe our channel. Thank you for watching.